ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷംനാസ് കിച്ചൻ മാജിക്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളി ചെമ്മീൻ റോസ്റ്റാണ്. സാധാരണ ചെമ്മീൻ റോസ്റ്റിൽ നിന്നും വ്യത്യസ്ത രുചിയിലും വളരെ എളുപ്പത്തിലും തന്നെ ഇത് തയ്യാറാക്കാം. ഇതിന് ആവശ്യമായ സാധനങ്ങൾ: ആദ്യം തന്നെ ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും, ഒരു 8 കഷ്ണത്തോളം വെളുത്തുള്ളി അരിഞ്ഞതും, ഒരു പച്ചമുളക്, കറിവേപ്പില ഇവ എടുക്കാം. ഇനി ചൂടായ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു സ്പൂൺ കടുക് ഇട്ട് അത് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും, ഇതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 30 തൊട്ട് 40 കഷ്ണം ഉള്ളിയാണ് നെടുകെ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഈ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുമ്പം നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ ചെമ്മീൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ചെമ്മീൻ വേവിക്കുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിക്കരുത്. ഇനി അതിൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ തന്നെ അത് കളയരുത്. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മൾ ഈ റോസ്റ്റിലധികം വെള്ളം ഒഴിക്കാറേ ഇല്ല. ഒരു 3-4 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം, അതായത് 1/2 കപ്പിൽ താഴെ വെള്ളം മാത്രമേ ഇതിൽ ഒഴിക്കുകയുള്ളൂ. വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ഗ്ലാസ്സിൽ താഴെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെമ്മീൻ വേവിക്കാൻ വെക്കുമ്പോഴേക്കും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ വീതവും ചേർത്ത് വേവിക്കുക. ഇനി ഇത് നമുക്കൊന്ന് എല്ലാം ഒന്ന് മിക്സ് ആകുന്നതിനായിട്ട് നന്നായിട്ടൊന്ന് ആവി വരുന്നവരെ അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും വെന്തതാണ്, അതുപോലെ തന്നെ ചെമ്മീനും നേരത്തെ വെന്തതാണ്. അപ്പോൾ അതിന് നമുക്ക് സമയം വേണ്ട. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഒഴിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഒത്തിരി വേവിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ ഇത് കുക്കഡാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴേക്കും മല്ലിപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി ഇതൊക്കെ ചേർക്കാറുണ്ട്. പക്ഷേ ഇതിലതൊന്നും ചേർക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റിലും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളതിൻ്റെ കമൻസൊക്കെ അറിയിക്കാം. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. ഇവിടെ നമ്മുടെ ഈ കറിയിൽ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്കിത് മൂടി വെച്ച് ഒന്ന് വേവിക്കാം. ഒത്തിരി നേരം വേവിക്കേണ്ട, ഒരു 5 മിനിറ്റ് മാത്രം മതി. ഇപ്പം നല്ല ഒരു കറിവേപ്പിലയുടെ സ്മെല്ലൊക്കെ ഇതിലേക്ക് വ്യാപിച്ച് വരും. പിന്നെ ഒരു 5 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം. ഇത് ചെമ്മീൻ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരു നല്ല ടേസ്റ്റിലാണിത്. സാധാരണ ചെമ്മീൻ റോസ്റ്റിനെക്കാട്ടും അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ആണെങ്കിലും പലഹാരത്തിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ തയ്യാറാക്കി നോക്കുക, കമൻസൊക്കെ അറിയിക്കുക. താങ്ക്സ്.